നിത്യ മോളെ ഇങ്ങ് വന്നേ. പറഞ്ഞു. Oh my God. ഈ കുറിപ്പ് കൂടെ ഉണ്ടായിരുന്നു. നിനക്ക് ക്ലാസ് ഇല്ല അല്ലേ? ഇല്ല. എന്താ അർജു, ആ ചേച്ചിയെ കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന് എനിക്കറിയാം. നീ ആ വായൊന്ന് അടച്ചേക്ക്. ഓ, ഇവനെ ഞാൻ കെട്ടാൻ മുടി എനിക്ക് വായ നോക്കാൻ പറ്റില്ലേ? ഇതെന്ത് കഷ്ടമായത്. പെങ്ങടെ മോനായിപ്പോയി. അല്ലെങ്കിൽ നീ പെണ്ണടുത്ത് പൊഴുങ്ങായിരുന്നു. ലക്ഷ്മി, പിന്നെ പിള്ളേരുടെ ഇഷ്ടമല്ല നമ്മുടെ ഇഷ്ടം. അതെ, അപ്പോ ഇവർക്ക് ഇഷ്ടമുള്ള പോലെ എങ്ങനെയാന്ന് വെച്ചാ നടക്കട്ടെ, അല്ലേ? പിന്നെ നിന്റെ മോളും കൂടെ ഒന്ന് അറിഞ്ഞോളൂടെ. നിങ്ങൾ വേറെ ഒന്നും ആലോചിച്ചില്ല, നേരെ ഇങ്ങ് പോന്നു. അത് തന്നെ. എവിടെ നിന്റെ മോനാന്നറിഞ്ഞപ്പോ എനിക്കൊരു ആശ്വാസമായ. അല്ല, ഇനി പിള്ളേർക്ക് സംസാരിക്കണമെങ്കിൽ അവർ പോയി സംസാരിക്കട്ടെ, അല്ലേ? അതെ ശരി ആന്റി. എന്നാ വാ നിത്യ, എവിടേക്കാ? റൂമിലേക്കാണോ? വാ. ഈ അർജുനെ കൊണ്ട് മനുഷ്യനെ നാണം കെടുത്തു. അർജു ആക്രാന്തം കാണിക്കാതാ. നീ പോടാ കുരുപ്പേ. അർജു വാ. ഇതാ വരാം. Oh my God, finally. Arju, I'm so happy. അതെ, നമ്മൾ ഇത്രയും നാൾ വെയിറ്റ് ചെയ്തിരുന്ന ഈ നിമിഷം വൈകി വയ്യ. എത്ര നാളായി നിന്നെ ഇങ്ങനെ അടുത്ത് കിട്ടിയിട്ട്. നിത്യ, I love you. I love you too. എടാ ശിവ, നീ അങ്ങ് വലുതായല്ലോ. ആളാകെ മാറി. കാലുണ്ടാകുന്നതിന് മുമ്പ് യാതൊരു അത്ര ഉള്ളപ്പോൾ ഞാൻ നിന്നെ എന്തോരം കളിപ്പിച്ചാന്നറിയോ? അന്നൊക്കെ നീ എൻ്റെ അടുത്ത് നിന്ന് മാറില്ലായിരുന്നു. ശരിയാ, അന്നൊക്കെ നിങ്ങളായിരുന്നു കൂട്ട്. എനിക്ക് എന്നെയൊന്നും വേണ്ടായിരുന്നു. പിന്നെ കാവ്യ വന്നപ്പോഴാ അതൊക്കെ ഒന്ന് കുറച്ച് കുറഞ്ഞത്. കാവ്യ എവിടെ? കണ്ടില്ലല്ലോ. കാവ്യ ഇതാ ക്ഷേത്രം വരെ ഒന്ന് പോവാൻ റെഡിയാവാം. എന്തോ 2 ദിവസമായിട്ട് എൻ്റെ കുട്ടീനെ തലട്ടുന്നുണ്ട്. അപ്പോൾ ഞാനാ പറഞ്ഞൊന്ന് പോവാൻ. അല്ല, നീ അവളെ കണ്ടിട്ട് കുറേ ആയില്ലേ? അത് ഞാനോട് പറഞ്ഞില്ല അല്ലേ? കാവ്യനെ ഞാൻ ഇവിടെ വെച്ച് ഒരുപാട് പ്രാവശ്യം കണ്ടിരുന്നു. ഹോസ്പിറ്റലിൽ വെച്ചും ക്ഷേത്രത്തിൽ വെച്ചും ഒക്കെ ആയിട്ട്. പറഞ്ഞു തീർന്നില്ല, അപ്പോഴേക്കും ആളെത്തിയല്ലോ.
സുന്ദരായിട്ടുണ്ടല്ലോ. ഈ കാലത്തും കുറച്ച് വിശ്വാസമുള്ള കുട്ടികളൊക്കെ ഉണ്ടല്ലോ. നല്ലതാ, മനസ്സൊക്കെ ഒന്ന് ശാന്താക്കും. ഇവിടെ ഒരുത്തനുണ്ട്, ഞാൻ 100 പ്രാവശ്യം പറഞ്ഞാലും ആണ്ടിലൊരിക്കലൊക്കെ പോയാലേ. ഏയ് അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഓ അമ്മ നാട്ടിക്ക്. ഇനിയിപ്പോൾ ഇവർക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഞാനങ്ങ് വിശ്വസിക്കാം. ഇനി ഭാവിയിൽ അതൊരു പ്രശ്നമുണ്ടോ? ഓ, അത് പിന്നെ ഈ കൊച്ചു പുറത്തു പോയി പഠിച്ച് ഇവിടൊക്കെ മറന്നു എന്ന് പറഞ്ഞിട്ട് ഈ മീരയുടെ നിർബന്ധം കാരണം ഈ പാഴ്ചലൊരു അമ്പലത്തിൽ പോക്കുണ്ട്. അതായി കാണുന്നത്. ഓ പിന്നെ ഞാനിപ്പോൾ നിർബന്ധിച്ചില്ലെങ്കിലും അവള് പോവും. ഈ നമ്മുടെ അടുത്തുള്ള ഈ അമ്പലമില്ലേ, അവിടുത്തെ ആ കുളവും ആ അന്തരീക്ഷവും അതൊക്കെ അവൾക്ക് വലിയ ഇഷ്ടം. അതായി പോകുന്നത്. ആഹാ, അല്ല, 2 പേരോട് സംസാരിക്കാൻ പോയിട്ടുണ്ടായിരുന്നില്ലേ? അവരിവിടെ പോയി കുറെ നേരമായല്ലോ. ഞങ്ങളിതാ എത്തി. 2 പേരോടും ചോദിക്കേണ്ട ആവശ്യമില്ലെന്നറിയാം. എന്നാലും ഒരു ഫോർമാലിറ്റി ആണ് ചോദിച്ചേക്കാം. അപ്പോൾ എങ്ങനെ, നമ്മളിതൊന്ന് നടത്തല്ലേ? പിന്നെ അല്ല, എനിക്ക് പൂർണ്ണ സമ്മതം. എന്നാ എനിക്ക് അയ്യോ, ചിരിക്കുന്നു. എനിക്ക് വയ്യ. ഓ മൈ ഗോഡ്, നേരത്തെ അർജുന മാത്രം സഹിച്ചാൽ മതിയായിരുന്നു. ഇപ്പൊ ശിവയും, അതും എന്റെ കാവ്യ ഡോക്ടർ. ഈ തുടങ്ങിയപ്പോഴേ ഞാൻ പറഞ്ഞതാ ഒരു ഡോക്ടർ വെച്ചുകൊണ്ട് എടുക്കട്ടെ എന്ന്. അപ്പൊ എന്തായിരുന്നു ഒരു ജാട. ഇപ്പൊ അവസാനം എല്ലാം എൻ്റെ കാവ്യ ഡോക്ടറിൽ തന്നെ വന്ന് അവസാനിച്ചു. എന്നിട്ടും എൻ്റെ ശിവ ഒരു താങ്ക്സ്. എവിടെ നന്ദിയില്ലാത്ത ജന്തു. എന്നിട്ട് ഒരു ഉടുപ്പില്ലാതിരുന്ന് വായ നോക്കി നോക്കി. കാണിച്ചു തരാടെ നിനക്ക് ഞാൻ. ഹായ് കാവ്യ ഡോക്ടർ, ഓർമ്മയുണ്ടോ എന്നെ? സുഖാണോ? ആദി, പിന്നെ ഇങ്ങ് വന്നേ, ചോദിക്കട്ടെ. ബാ, നമുക്കൊരു സെൽഫി എടുക്കാം. മിഷൻ സക്സസ്ഫുൾ. ഇതോ മനഃപൂർവ്വം ചെയ്തതാ കുരുട്ട്. അയ്യോ, അവനെന്തിനെ കെട്ടിപ്പിടിക്കുന്നത്? വിടറോ. ഷോ, എന്ത് ഭംഗിയെ കാണാൻ. ഡോക്ടറുടെ സ്കിൻ കെയർ റൂട്ടീൻ എന്താ? പോടുന്നു. ഞാൻ ഈ കണ്ട 5-6 മാസമായിട്ട് വളയ്ക്കാൻ നോക്കുന്ന സാധനല്ലേ അവനെ 2 മിനിറ്റ് കൊണ്ട് വളർത്തെടുത്തത്. വാ ഡോക്ടർ, നമുക്ക് കളിക്കാം. ഒരാൾ ശരിക്കും കാണാൻ ഇത്രയും ഭംഗിയുണ്ടാവോ? എൻ്റെ ദൈവമേ, ഇവിടെ എനിക്ക് തന്നെ തന്നേക്കണേ. അപ്പോൾ അർജുൻ്റെ നിത്യയുടെ കാര്യത്തിൽ അങ്ങനെ തീരുമാനമായി. അല്ല ശിവ, നിന്റെ പ്ലാൻ എന്താ? ഓ, എനിക്കെന്ത് പ്ലാൻ?
കുറച്ച് നേരം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം. ഏ ആ, എന്താന്ന്? അല്ല, അത് പിന്നെ ആൻറ്റി പെണ്ണിനെ നോക്കിക്കൊണ്ടിരിക്കുക. ഓ അങ്ങനെ. പണ്ട് മുതലേ ഞങ്ങളുടെ ആഗ്രഹമായിരുന്നു അർജുൻ്റെ ശിവയുടെ കല്യാണം ഒരുമിച്ച് ഒരേ മണ്ഡപത്തിൽ നടത്തണമെന്ന്. എന്നാ പിന്നെ ഇവൻ്റെ കാര്യം അങ്ങ് വെച്ച് ഒഴിപ്പിക്കണ്ട, നമുക്കിതങ്ങ് ഒരുമിച്ച് നടത്താൻ നോക്കാം. ആ അത് ശരിയാ. അല്ല, നീ ആരെങ്കിലും ഇവന് വേണ്ടി കണ്ടുവച്ചിട്ടുണ്ടോ? എല്ലാവരും ചോദിച്ച സ്ഥിതിക്ക് ഇവ ഞാനത് മറച്ചു വയ്ക്കുന്നില്ല. ഇതിനു വേണ്ടി ഞാൻ ഒരാളെ നോക്കി വെച്ചിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു മോളാ കക്ഷി. ഇതപ്പോ? അതെ, ശരിയാ, നോക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ തന്നെ ഏകദേശം ഉറപ്പിച്ചു. ആഹാ. അപ്പൊ ശിവ, കൺഗ്രാറ്റ്സ്. ശിവ, കൺഗ്രാറ്റ്സ് ആൻഡ് ഓൾ ദ ബെസ്റ്റ്. കാവ്യ, മുകളിൽ ക്ഷേത്രത്തിലേക്കല്ലേ? ദാ ശിവ വരും കൂടെ. എടാ, ഞാൻ കുടിച്ചിടാൻ. ഇങ്ങനെയെങ്കിലും ഇടക്കൊക്കെ ഒന്ന് ക്ഷേത്രത്തിൽ പോകും. പോവാം. അച്ഛാ, ഒന്ന് വന്നേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ പറ. അച്ഛാ, ഐ എം സോറി, പക്ഷേ ഇത് നടക്കില്ല. എൻ്റെ സമ്മതമില്ലാതെ ഒരിക്കലും നടക്കില്ല. കാവില്ലാതെ ശിവടിച്ചത്തിൽ വേറെ ഒരു പെണ്ണില്ല, ഇനി ഉണ്ടാവില്ല. അതുറപ്പാ. നിങ്ങളെല്ലാവരും ഇനി എന്തൊക്കെ ചെയ്യാൻ നോക്കിയാലും അത് നടക്കാൻ പോകുന്നില്ല. അവൾ എന്നെ എപ്പോഴും അക്സെപ്റ്റ് ചെയ്യുന്ന എനിക്ക് ഹോപ്പുണ്ട്. ആൻഡ് ഐ എം റെഡി ടു വെയിറ്റ്. ശിവ, നീ പറഞ്ഞൊക്കെ ശരിയാ. എന്നാലും നീ ഞാൻ പറയുന്ന കേൾക്ക്. എടാ, നിനക്ക് അവളുടെ എത്രത്തോളം ഇഷ്ടമുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ആ ഇഷ്ടം അവൾക്ക് നിന്നോടുണ്ടാവണ്ടേ? നിന്റെ കല്യാണക്കാരൻ പറഞ്ഞപ്പോൾ അവളുടെ റിയാക്ഷൻ കട്ടായിരുന്നോ? ഷി വാസ് ഹാപ്പി. എടാ, യു ഹാവ് ടു മൂവ് ഓൺ. സ്നേഹം അത് പിടിച്ചു വാങ്ങാൻ പറ്റില്ലല്ലോ. നീ അത് മനസ്സിലാക്ക്. ഇതിനൊക്കെ ഞാൻ ഇന്ന് തന്നെ ഒരു തീരുമാനം ഉണ്ടാക്കാൻ പോവാ. എന്താ നീ ചെയ്യാൻ പോകുന്നത്? അവളുടെ മറുപടി. ഇനി അതാ എല്ലാം തീരുമാനിക്കാൻ പോകുന്നത്. Kavya, are you happy for me? Of course, I am. കാവ്യ, ഓക്കോ, ഞാൻ വന്നോളാം. ഈശ്വര, ഞാൻ ആദ്യമായിട്ട് കാവ്യനെ കണ്ടത് ഈ നടിയുടെ മുന്നിൽ വെച്ചിട്ട്. ആ നിമിഷം മുതൽ ഈ നിമിഷം വരെ ഞാനുള്ള ആത്മാർത്ഥമായി സ്നേഹിക്കുന്നത്. അതിനിയും അങ്ങനെ തന്നെയായിരിക്കും. പക്ഷെ എന്താ ദൈവമേ അവളെ എൻ്റെ ഇഷ്ടം മനസ്സിലാക്കാത്തത്? ഇനി അച്ഛൻ പറഞ്ഞ പോലെ അവൾക്കെന്നോടൊരു ഫീലിങ്സും ഇല്ലേ? ഇതല്ല ഉള്ള ഉത്തരം. എനിക്കെന്നറിയണം. ഇനി വൈകിക്കാൻ പറ്റില്ല. ഞാൻ ചോദിക്കാൻ പോവാ. എൻ്റെ ഉള്ളിൽ ഒരു ചെറിയ ഹോപ്പുണ്ട്. അതില്ലാതാക്കല്ലേ ദൈവമേ. ഇനി അവൾക്കെന്നെ ഇഷ്ടമല്ലെങ്കിൽ പിന്നെ ഒരിക്കലും ഞാനവളെ ശല്യപ്പെടുത്തില്ല. ഇവിടെ ഈ നട തുടങ്ങിയെല്ലാം ഞാനിവിടെ അവസാനിപ്പിക്കാം. പക്ഷേ ഇനി എങ്ങാനും അവൾ എനിക്കുള്ളതാണ്. എനിക്ക് തന്നെ തന്നേക്കണേ ദൈവമേ. പൊന്നു പോലെ നോക്കിക്കളഞ്ഞ്. ഈശ്വര, ഞാനിന്ന് കേട്ടതൊക്കെ സത്യമാണോ? അപ്പോൾ ശിവയുടെ കല്യാണം ഉറപ്പിച്ചതാണോ? ശിവനോട് പറഞ്ഞതൊക്കെ കള്ളായിരുന്നോ? ഏയ് ഇല്ല, ഒരിക്കലും അങ്ങനെയാവില്ല. എനിക്ക് മാത്രമാണ് ദൈവം ഇങ്ങനെ. ഞാനൊന്ന് സ്നേഹിച്ച് തുടങ്ങിയതല്ലേ ഉള്ളൂ. എനിക്കെന്നെ ഇഷ്ടം പറയണം. പക്ഷേ അത് പറയാൻ പോലുള്ള സമയം എനിക്ക് കിട്ടിയില്ലല്ലോ. ഐ തിങ്ക് ഐം ലേറ്റ്. പക്ഷേ എൻ്റെ ഉള്ളിലുള്ളത് എനിക്ക് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. ശിവയോട് എനിക്കിത് പറയണം. ഇവിടെ തുടങ്ങിയതല്ല ഞാൻ ഇവിടെ ചെന്ന് അവസാനിപ്പിക്കാം. കാവ്യ,
വാ പോവാം. ആ പോവാം. ഇപ്പൊ പറഞ്ഞല്ലോ, ഇതാ ശരിയായ സമയം. എനിക്ക് പറ്റുന്നില്ല ദൈവമേ. ഞാൻ പറയാൻ പോവാ, കൂടി ഉണ്ടാവണേ. കാവ്യ, തന്നെ സ്നേഹിച്ച പോലെ ഈശോ ആരെയും സ്നേഹിച്ചിട്ടില്ല. ഇനി അങ്ങനെ ആരും സ്നേഹിക്കാനും പോകുന്നില്ല. ആദ്യമായിട്ട് നിന്നെ വെച്ച് കണ്ടപ്പോൾ തൊട്ട് നീ എൻ്റെ മനസ്സിൽ കയറിയതാ. അന്ന് ഞാൻ ഉറപ്പിച്ചതാ, ഈശോയ്ക്ക് ഒരു പെണ്ണുണ്ടെങ്കിൽ അത് നീയായിരിക്കുന്നു. എനിക്കെന്താ മറക്കാൻ പറ്റില്ല കാവ്യ. പിന്നെ അമ്മയോട് പറഞ്ഞതൊക്കെ എനിക്കറിയില്ല. ഒരിക്കലും തന്നെ വിട്ട് വേറെ ആളെ സ്നേഹിക്കാൻ എനിക്ക് പറ്റില്ല. കാവ്യ, എനിക്ക് ശിവ, ഐ ലവ് യു. എന്താ പറഞ്ഞേ? ഒന്നുകൂടെ പറയോ പ്ലീസ്? ഐ ലവ് യു ശിവ, ഐ ലവ് യു, ഐ ലവ് യു സോ മച്ച്. എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടമാണ്, സോ ഫ്രീക്കിംഗ് മച്ച്. എൻ്റെ കൂടെ ഉണ്ടാകുമായിരുന്നു എന്നും എപ്പോഴും, പ്രോമിസ്. ഹലോ മിസ്റ്റർ, ഇവിടെ ഇങ്ങനെ ഇരുന്നാൽ മതിയോ? നമുക്ക് വീട്ടിലൊന്ന് പോകണ്ടേ? പോണോ? നമുക്ക് ഒരു ചെറിയ ഡേറ്റിന് പോയാലോ? പോവാലോ. Finally, she is mine. ഈ ഒരു മൊമെന്റ്സിന് വേണ്ടി ഞാൻ എത്ര നാളാണ് കാത്തിരുന്നത്. അവിടെ ശിവയുടെ കാര്യം എന്തായോ എന്തോ, രണ്ടും കൂടെ സെറ്റായാൽ മതിയായിരുന്നു. ഇവരെന്താ ഇവിടെ? ആവോ,
നിനക്ക് കൊണ്ടുവരാൻ തോന്നിയ സ്ഥലം കൊള്ളാം. അല്ല ഇനിയിപ്പോൾ എന്താ ചെയ്യാ? അവർ നമ്മളെ കണ്ടിട്ടില്ല, പതി അങ്ങ് സ്കൂട്ടായാലോ. അതുങ്ങളെ ഞാൻ എവിടെയോ. ആഹാ, കാവ്യ, ശിവ. കാവ്യ, ആഹാ തേഞ്ഞു സദാമാന്യമായി. ആ ഇനി നമ്മുടെ കാര്യം എന്നായാലും അറിയും. എന്നാ പിന്നെ ഇപ്പൊ തന്നെ അങ്ങ് പറഞ്ഞേക്കാം. വാ, എന്ത് കാണാനിരിക്കുക? ഹായ് ശിവ, വാട്ട് എ സഡൻ സർപ്രൈസ്. നിങ്ങൾ ഇവിടെ ശ്വേതയ്ക്കെന്നും പറഞ്ഞ് രണ്ടാളും കൂടെ വല്ല ഡേറ്റിനും വന്നതാണോ? എവിടേക്കോ എന്തൊക്കെയോ ഒരു തകരാറുണ്ടല്ലോ. ഇവന്റെ തലമണ്ടയ്ക്കിട്ട് അടിയാണല്ലോ ഞാൻ പ്രതീക്ഷിച്ചത്. എടാ അർജു, ഇവിടെ നമുക്കറിയാത്ത എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട്. അത് ശരിയാ, എനിക്കും തോന്നി. ഇനി ശിവ അവളെ പ്രപ്പോസും ചെയ്ത് അവളെ അക്സെപ്റ്റും ചെയ്ത് വല്ല ഡേറ്റിനും വന്നായിരിക്കോ? ഏയ്, ഇനി അങ്ങനെ വല്ലതും? ഇല്ലില്ല, ചാൻസ് ഇല്ല. ഇത്ര പെട്ടെന്ന് പ്രപ്പോസ് ചെയ്ത് ഡേറ്റിനൊക്കെ വരാൻ പറ്റുമോ? ശിവ അല്ലേ ആള്. അവൻ ഇതല്ല ഇതിന്റെ അപ്പുറം ചെയ്യും. അവൻ ഇതൊക്കെ അപ്പൊ തന്നെ മുതലെടുത്തിട്ടുണ്ടാവും. ഏയ്, എന്നാലും എനിക്ക് തോന്നുന്നില്ല. എടാ അർജു, ഞാൻ ആ പറഞ്ഞത് തിരിച്ചെടുത്തു. എനിക്കിപ്പോ എന്തൊക്കെയോ ചെറുതായിട്ട് തോന്നുന്നുണ്ട്. അല്ല നിത്യ, നിങ്ങൾ എവിടെ പോയതാ? ആ അത് പിന്നെ ഞങ്ങള് അമ്മ പറഞ്ഞോണ്ട് ജ്യോതി, അയ്യോ എന്തായിരുന്നു അവരുടെ പേര്? ജോത്സ്യൻ അടുത്ത് പോകാറിയതാ. ഓഹോ കാവ്യ, ഇപ്പൊ ചിലരുടെയൊക്കെ ജോത്സ്യന്മാര് കഫയിലാന്ന് തോന്നിയിരിക്കുന്നത്. ഓഹോ, എനിക്കിട്ടതാണല്ലേ. നിത്യ, നീ അറിഞ്ഞോടാ ഇപ്പോഴത്തെ ക്ഷേത്രങ്ങളൊക്കെ കഫേയിലേക്ക് മാറ്റിയെന്നാ കേട്ടെ. ഓ, എന്നാലും ജോത്സ്യന്മാർക്ക് കഫേയിൽ എന്താ കാര്യം? അതെന്താടാ, ജോത്സ്യന്മാർ കാപ്പി കുടിച്ചിറങ്ങത്തില്ലേ? ഇവിടെ അതെ, ഞങ്ങളുടെ കല്യാണം ഉറപ്പിച്ചതാ. ഞങ്ങൾ വീട്ടിൽ നിന്ന് കള്ളം പറഞ്ഞ് ഇറങ്ങുകയും ചെയ്യും, ഡേറ്റിന് പോവുകയും ചെയ്യും. നിങ്ങൾ എന്തിന്റെ പേരിൽ ഇവിടെ ഇരിക്കുന്നത്? ആഹാ, എന്നാ നീ കേട്ടോ, ഞങ്ങളുടെ കല്യാണം ഉറപ്പിച്ചു അല്ലേടാ? അപ്പൊ നിങ്ങള് ആരുറപ്പിച്ചു? എപ്പുറപ്പിച്ചു? ഓ, അത് പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങ് ഉറപ്പിച്ചു. അതെ, എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. എടാ സാമദ്രോഹി, എന്നാലും ഇതിന്റെ തുടക്കം മുതൽ ഞാൻ നിന്റെ കൂടെ ഉള്ളതല്ലേ. എന്നിട്ട് എന്നോടൊരു വാക്ക് നീ പറഞ്ഞോ? കാവ്യ, യു ടു ബ്രൂട്ടസ്. ഇല്ല, നിങ്ങളോട് ഞാൻ പറയില്ല. തമ്പരായിട്ടൊന്നും മറന്നിട്ടില്ലല്ലോ അല്ലേ? നിങ്ങൾ എന്നോട് ചോദിച്ചാൽ അതിൽ അത്ര ഒന്നും വരില്ല. എന്തായാലും ഇത് ഒന്നും ഓർമ്മിപ്പിക്കല്ലേ. 2 വർഷം റിലേഷൻഷിപ്പിലായിട്ട് എന്നോടൊരു വാക്ക് നീ പറഞ്ഞോടാ ദ്രോഹി. അപ്പം പിന്നെ നിനക്കൊക്കെ ഇത് തന്നെ വേണം. ഓ, അത് പിന്നെ നീ അത് വിട്ടില്ലേ? അത് വിടൂ, കഴിഞ്ഞ കാര്യല്ലേ. അല്ല, ഇത് പറ, എങ്ങനെ? അതും കാവ്യനെ. ഓ മേൻ, ഇവളൊക്കെ വളച്ച് നിന്നെ സമ്മതിക്കണം. ഐ ആം പ്രൗഡ് ഓഫ് യു മേൻ. അങ്ങനെ അവസാനം ദീപ് എൻ്റെ പ്രാർത്ഥന കേട്ടു. ഓ, സന്തോഷമായടാ മോനെ, സന്തോഷമായി. അങ്ങനെ ഫൈനലി നിങ്ങളിവിടെ സെറ്റായി. ഞങ്ങൾ വെയിറ്റിംഗ് ആയിരുന്നു. അപ്പോൾ ഇനി നമ്മുടെ എല്ലാവരുടെയും കല്യാണം ഒരുമിച്ച്. എന്നാലും ഒരു കുഴപ്പമുണ്ടല്ലോ. ആൻറ്റി ഇവൻ്റെ കല്യാണം ഉറപ്പിച്ചില്ലേ വേറെ ഒരു കുട്ടിയായിട്ട്? അതെന്ത് ചെയ്യും? അതൊക്കെ പറഞ്ഞിട്ട് ഇനി ഒരു കാര്യമില്ല. എൻ്റെ ജീവിതത്തിൽ ഇനി ഇവളല്ലാതെ വേറെ ഒരു പെണ്ണുണ്ടാവില്ല. എടാ, ഇത് എനിക്കറിയാം, പക്ഷെ ആൻറ്റിക്ക് ഇതൊന്നും അറിയില്ലല്ലോ. അതുകൊണ്ട് ഈ കല്യാണം എത്രയും വേഗം മുടക്കാൻ നോക്കണം. പക്ഷെ എങ്ങനെ? അമ്മയെ പ്രാവശ്യം പിടിച്ച് വെച്ചിരിക്കുക. പറയത്തിന് അച്ഛനുണ്ട് സപ്പോർട്ട്. ആങ്കിളുടെ കാര്യം അത് ആൻറ്റിയെ പിടിച്ച് നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ കല്യാണം മുടക്കണവര് ഞാനേറ്റു. മോനെ അർജു, എന്നിട്ട് നീ എങ്ങനെ കല്യാണം മുടക്കാൻ പോകുന്നേ? കേക്കട്ടെ. അത് പിന്നെ എനിക്കറിയില്ല, ഞാൻ അപ്പോഴത്തെ ആവേശത്തിന് പറഞ്ഞതാ. ബെസ്റ്റ്. മര്യാദയ്ക്ക് കല്യാണം മുടക്കിക്കോ, അല്ലെങ്കിൽ നമ്മൾ തമ്മിലുള്ള കല്യാണം ചിലപ്പോൾ മുടങ്ങിന്ന് വരും. അയ്യോ നിത്യമോളെ, അങ്ങനെയൊന്നും പറഞ്ഞൂടാ. ഏട്ടൻ എന്തെങ്കിലുമൊക്കെ ഒരു പ്ലാൻ ആലോചിക്കട്ടെ കേട്ടാ. ആലോചിക്കണം, എന്നിട്ട് മുടക്കം വേണം, അല്ലെങ്കിൽ വേറെ പലതും മുടങ്ങും.
പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല. എന്താ അമ്മ, എന്താ നിങ്ങൾ ആരെയാണ് മനസ്സിലാക്കാത്ത? ഞാൻ പറയുന്നു വേണ്ട, ഇനി നീ ഒന്നും പറയണ്ട. നീ പറഞ്ഞത് കേട്ടിട്ടാ ഇപ്പൊ ഇവിടം വരെ എത്തിയത്. ഇനി ഞാൻ പറയാം, നീ കേൾക്കും. അത് മതി. എനിക്കിഷ്ടമല്ലാത്തൊരു കാര്യത്തിന് അമ്മ എന്തിനാണ് നിർബന്ധിക്കുന്നേ? അമ്മ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എന്ത് പറ്റി? അത് എനിക്കൊന്നും പറ്റിട്ടൊന്നുമല്ല. നീ ഇപ്പൊ ഞാൻ പറഞ്ഞ് കേട്ടാ മതി. പെൺകുട്ടിയും കൂട്ടരൊക്കെ ഇന്ന് ഇവിടെ വരുന്നുണ്ട്. നീ ഇപ്പൊ റെഡിയാവാൻ നോക്കി. അവർ റെഡി ആയിക്കോളും. നീ ഒന്ന് സമാധാനിക്ക്. ശിവ, എടാ നീ വാശി പിടിക്കാണ്ടൊന്ന് പോയി റെഡിയായേ. അതെ മോനെ, അവള് പറയുന്നത് നല്ലതിന് വേണ്ടിയല്ലേ. നീ ഒന്ന് കേക്ക്. ശിവ, നീ ഇതിന് വാശി പിടിക്കാണ്ട് ചെന്ന്. ഇല്ല, എന്നെ കൊണ്ട് പറ്റില്ല. അച്ഛനൊരു സപ്പോർട്ടാണോ? അച്ഛന് കാര്യങ്ങളൊക്കെ അറിയാവുന്നതല്ലേ? ഓഹോ, എന്ത് കാര്യം? എനിക്കറിയാത്ത എന്ത് കാര്യം ഇതിലൂടെ സംഭവിക്കുന്നത്? അതൊന്നുമില്ല, അതൊക്കെ വിട്. അമ്മ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഈ കല്യാണം നടക്കാൻ പോകുന്നില്ല. ഞാൻ സമ്മതിക്കില്ല. എന്തുകൊണ്ട് പറ്റില്ല? അങ്ങനെയാണെങ്കിൽ നീ ഒരു റീസൺ പറ. ബിക്കോസ് ഐ ലവ് സംവൺ. എൻ്റെ ലൈഫിൽ ഒരാളുണ്ട്, കാവ്യ. അവളെ മറന്ന് ഒരാളുടെ കൂടെ ജീവിക്കാൻ എനിക്ക് പറ്റില്ല. ഞാൻ സമ്മതിക്കില്ല. മതിയോ റീസൺ? ഫൈനലി നിന്റെ വായനത് മുഴിഞ്ഞു കിട്ടിയല്ലോ. സമാധാനായി. ഇതിനു വേണ്ടി ഞാൻ എത്ര കഷ്ടപ്പെട്ടെന്നറിയോ? എന്റെ ശ്രീ, നിനക്കിപ്പോ സമാധാനായില്ലേ? പിന്നെ അല്ലാതെ. ഞാൻ പറഞ്ഞില്ല കാർത്തേട്ടാ, ഈ പ്ലാൻ വർക്കാവുന്നു. അതെ അതെ, എല്ലാം എന്റെ ഭാര്യയുടെ ഒരു കഴിവ്. സമ്മതിച്ചു തന്നെ ഞാൻ. എന്ത് അഭിനയായിരുന്നു ഇവിടെ, തകർക്കുമായിരുന്നില്ലേ. എന്റെ ചെക്കൻ അങ്ങ് പേടിച്ചുപോയി. ഓ, അത് പിന്നെ എനിക്കറിയില്ലേ. അയ്യോ, ഇതിനിടയ്ക്ക് ഇതൊക്കെ കേട്ട് പുറത്ത് കുറച്ചൊരു നിപ്പുണ്ട്. ഞാൻ വിളിക്കട്ടെ. മീര, ശങ്കർ, കാൽമോളെ, എല്ലാവരും കയറി വന്നേ. അല്ല, ഇവിടെ എന്തൊക്കെയാ സംഭവിക്കുന്നത്? ഇവരൊക്കെ എന്താ ഇവിടെ? വേറെ എന്തിന്, നിങ്ങളുടെ കല്യാണം ഉറപ്പിക്കാൻ. മര്യാദക്ക് എന്റെ മോളെയും കിട്ടി അടങ്ങി ഒതുങ്ങി ജീവിച്ചോണം, കേട്ടല്ലോ? ആ, കേട്ടു. അമ്മ, എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ആ, ബെസ്റ്റ്. അപ്പൊ കാര്യങ്ങൾ ഇത്രയൊക്കെ ആയിട്ട് നിനക്കൊന്നും മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞുതരാം. കാൽമോൾ അന്ന് ആദ്യമായിട്ട് ക്ഷേത്രത്തിൽ വെച്ച് കണ്ടപ്പോ തന്നെ എനിക്കിഷ്ടായി. അന്വേഷിച്ചു വന്നപ്പോ ശങ്കരേട്ടന്റെ മോള്. അപ്പൊ തന്നെ നിങ്ങൾ രണ്ടിനെയും പിടിച്ച് കെട്ടിക്കാമെന്ന് എനിക്ക് മോഹം തോന്നില്ല. അപ്പോഴല്ലേ ഇത് കാക്കയുടെ വന്ന് പറയുന്നേ നിനക്കൊരു കൊച്ചിന് ഇഷ്ടമെന്ന്. പക്ഷെ അത് കാവ്യ തന്നെയെന്ന് അറിഞ്ഞപ്പോ എനിക്ക് ഇരട്ടി സന്തോഷമായി. പിന്നെ നീ എന്നോട് എപ്പോ പറയുന്നത് കാത്തിരിക്കായിരുന്നു. എവിടെന്ന് നീ പറഞ്ഞോ? അങ്ങനെ അവസാനം എന്റെ മോന്റെ വായം തന്നെ കേൾക്കാൻ വേണ്ടി ഇത്ര കഷ്ടപ്പെട്ട് ഞാനും മീരയും എല്ലാരും കൂടെ സ്ക്രിപ്റ്റ് ഒക്കെ എഴുതി നിന്റെ ഇല്ലാത്ത കല്യാണം വരെ ഉറപ്പിച്ചു. അന്ന് അർജുന്റെ പെണ്ണാണില് ഞാൻ നിന്റെ കല്യാണക്കാരൻ പറഞ്ഞപ്പോഴെങ്കിലും നീ കാവ്യയുടെ കാര്യം പറയുമെന്ന് ഞങ്ങൾ വിചാരിച്ചു. പക്ഷെ നീ പറഞ്ഞില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അർജുൻ എന്നോട് വന്ന് പറയുന്നത് നിങ്ങളുടെ ഇടയിൽ ഉണ്ടായ കാര്യങ്ങളൊക്കെ. നിങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാണെന്നും അന്ന് അമ്പലത്തിൽ പോയപ്പോ രണ്ടുപേരെ തുറന്നു പറഞ്ഞെന്നും നിങ്ങളുടെ കല്യാണം അവന്റെ എനിക്കോടൊപ്പം നടത്തണമെന്നായിരുന്നു അവൻ വന്ന് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ തീയതി കുറിക്കാം അല്ലേ? ആഹാ, മാതാശ്രീ, പിതാശ്രീ, നിത്യ എല്ലാരും ഉണ്ടല്ലോ. ആ, ഫ്യൂച്ചർ വൈഫി ഒന്ന് വന്നേ. ചെല്ലു ചെല്ലു. നിത്യ, ഞാൻ ശിവയുടെയും കാവ്യയുടെയും കാര്യം ആന്റിയോട് പറഞ്ഞു നോക്കി. പക്ഷെ ആൾ അമ്പിനും വലിയ നടക്കുന്ന ലക്ഷ്യമില്ല. പക്ഷെ എന്റെ കയ്യിൽ വേറൊരു കിടിലൻ പ്ലാൻ ഉണ്ട്, പറയട്ടെ? ആഹാ, എന്നാ നീ ഇവിടെ പ്ലാൻ ഉണ്ടാക്കിയിരുന്നോ? അവിടെ ശിവയുടെയും കവിയുടെയും കല്യാണം ഉറപ്പിച്ചു. ഇപ്പൊ തീയതി ഫിക്സ് ചെയ്യാൻ വന്നതാ. എന്റെ ആഞ്ജനേയ സ്വാമിയെ, ഇതെപ്പോ? ആ സീനൊക്കെ കഴിഞ്ഞു. നിനക്കൊരു ടൈമിംഗും അല്ല മിസ്റ്റർ കെട്ടിയോൻ. ഓഹോ, എനിക്കില്ലെങ്കിൽ എന്താ, എന്റെ കെട്ടിയോ കൊണ്ടല്ലോ, അത് മതി. കാവ്യ, ഈ കാര്യം നിനക്ക് നേരത്തെ അറിയായിരുന്നു? ഏയ് ഇല്ല, ഇത് കുറച്ചെല്ലാം വന്ന് പറയുമ്പോ ഞാൻ അറിയുന്നു. എന്നാലിത് ഒന്നാം സർപ്രൈസ് ആയിപ്പോയി. ഇനി പ്രശ്നമൊന്നുമില്ലല്ലോ, സന്തോഷായി. I love you, Kavya. I love you too, Shiva. അതെ, ഞങ്ങളെല്ലാവരും അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ. ഒന്ന് പരിഗണിക്കാം.
മതി മതി, ബാക്കി റൊമാൻസൊക്കെ കല്യാണം കഴിഞ്ഞിട്ട്. അപ്പോൾ പിള്ളേരെ എല്ലാം ഓക്കെ ആയ സ്ഥിതിക്ക് ഇനി കല്യാണത്തിന് കാണാം. ഹായ്, ഞാൻ ഹോസോ ഡാൻഫിക്സിലെ ടാനാണ്. ആദ്യം തന്നെ സോറി, ഇത്രയും വൈകിയതിന് കുറച്ച് തിരക്കായിപ്പോയി. എല്ലാവർക്കും ഈ എപ്പിസോഡ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എനിക്ക് കഴിയാവുന്ന രീതിയിലൊക്കെ ഞാൻ നന്നാക്കാൻ നോക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ നമ്മുടെ ഡോക്ടർ ലൈവ് ഇവിടെ അവസാനിക്കുകയാണ്. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു സ്റ്റോറിയായിരുന്നു. സത്യം പറഞ്ഞാൽ ഞങ്ങളിതൊരു 2 ഷോട്ടോ അല്ലെങ്കിൽ 3 or 4 പാർട്ടൊക്കെ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചേ. പക്ഷേ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കാരണം ഞങ്ങളിതൊരു സീരീസ് ആക്കി എടുത്തു. ഇതുവരെ ഡോക്ടർ ലവിൻ്റെ ജേണിയിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരോടും എൻ്റെയും ഹൊസുവിൻ്റെയും വക ഒരു വലിയ താങ്ക്സ്. അപ്പോൾ ഇനി അർജു പറഞ്ഞ പോലെ കല്യാണത്തിന് കാണാം. നിങ്ങളുടെ കയ്യിൽ വല്ല സാരിയോ പട്ടുപാടോ ഒക്കെ ഉണ്ടെങ്കിൽ എടുത്തു വെച്ചോട്ടോ, നമുക്ക് കല്യാണത്തിന് കൂടാം. ഒപ്പം വേറെ കുറെ ആൾക്കാരെ പരിചയപ്പെടുകയും ചെയ്യാം. എന്നാൽ ശരി, ഞാൻ പോവാ. ടാറ്റാ. മിഴിവാതിൽ ചാരും നാണം പതിയെ ഞാൻ തഴുകവേ, ഇനി നീയുണ്ടെന്നും കൂടെ നിലവേകാൻ തിങ്കളെ, ഒരു ചെറുനോവും ചിരിയാക്കി എൻ പാതിമയായോരോ രാവും പകലാക്കി നേരിൻ മോഹവെയിലായി ഇവനിലായി ചേരുന്നു നീ, മുറിവേഴ കൈരേഖ പോ കൺചിമ്മാതെ കാക്കാം എന്നോമലേ. ഈ നീലമിഴിയാഴങ്ങളിൽ ഞാൻ ഓ വീണലിഞ്ഞു പോകുന്നു താനേ, ഉരുകുമെൻ വിശ്വാസമാ ഉയിരിനെ പുൽകിടുമോ, എൻ മൗനങ്ങൾ തേടും സംഗീതമേ.